നമസ്കാരം, ഞാൻ ദിലീഷ് ദേവസി. ചാനൽ 4 മലബാർ ഫിലിം ബോക്സ് സിനിമാ വിശേഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മാഷ് എഫക്സ് വിഷ്വൽ മീഡിയയുടെ ബാനറിൽ ഫാറൂഖ് അഹമ്മദ് അലി സംവിധാനം ചെയ്യുന്ന തൃപ്പന്നൂരിലെ കള്ളന്മാർ എന്ന സിനിമയുടെ പൂജാ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഡോക്ടർ ടി ബിജുവിൻ്റെ നിർമ്മാണത്തിൽ 2026 വർഷത്തിലെ കഥയാണ് ഫാറൂഖ് അഹമ്മദ് അലി തൻ്റെ രണ്ടാമത്തെ ചിത്രമായ തൃപ്പന്നൂരിലെ കള്ളന്മാരിലൂടെ പറയുന്നത്. മൂല്യങ്ങൾ കഴിയുമ്പോൾ ഞാൻ അവനൊരു വാക്ക് കൊടുത്തായിരുന്നു, ഞാൻ രണ്ടാമത്തെ സിനിമ ചെയ്യുകയാണെങ്കിൽ നിന്നെ വെച്ചോണ്ട് ചേർന്ന് പറഞ്ഞു. ഒരു പുതുമുഖ നടൻ, വളരെ പ്രതീക്ഷയോടെ വന്നത്. ഞാൻ എൻ്റെ മകനെ പോലെ കണ്ടു. മകനെ പോലെ നല്ല മകനാണ്. ലോക്ക്ഡൗണിൽ മെയ് 3 ഒരു കാർ ആക്സിഡൻറ്റിൽ അവൻ മരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ നിൽക്കുന്ന സുഹൃത്തുക്കളും എല്ലാം ഉണ്ട്. ഞങ്ങൾ അന്ന് തൊട്ട് അവൻ മരിക്കുന്ന മുമ്പ് തൊട്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് ഞങ്ങളൊരു അമ്പലത്തിൻ്റെ മുറ്റത്ത് നമ്മുടെ ഡിസൈനറിൻ്റെ സ്റ്റുഡിയോ ഉണ്ട്. അതിൻ്റെ മുറ്റത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവർക്കും ചിരിദിനത്തിൻ്റെ ആശംസകൾ. ഈ തൃപ്പന്നൂരിലെ കള്ളന്മാർ എന്ന സിനിമ വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നോട് നിതീഷ് പറഞ്ഞത് ഇതൊരു ചെറിയ സിനിമയാണ് ചേട്ടാ, ഇതൊന്ന് സഹകരിക്കണമെന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് 2 മണിക്കൂറുള്ള വലിയ സിനിമയാണ്. അത് സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ഫാറൂഖ് അഹമ്മദ് അലി. അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമയിൽ പൂവള്ളി കുഞ്ഞാട് എന്ന സിനിമയിൽ ഞാനൊരു നല്ല വേഷം ചെയ്തിരുന്നു. അദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളും എല്ലാം അറിയാവുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ സിനിമ ഒരു വൻ വിജയമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും നമസ്കാരം. വയനാട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ കൂടി പോയിട്ടുണ്ട്. വയനാട് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ വയനാട്ടിൽ ആദ്യമായിട്ടാണ് സിനിമയുടെ പൂജയ്ക്ക് ഞാൻ പങ്കെടുക്കുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് കുറച്ച് കൂടുതലാണെങ്കിലും സന്തോഷം. ഒരുപാട് സത്യമുള്ള ആൾക്കാർ ചേർന്ന് പെട്ടെന്ന് എല്ലാവർക്കും ഒരു കുറ്റബോധമാണ്. സത്യമുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മുടെ തൃപ്പന്നൂരിലെ കള്ളന്മാർ എന്ന സിനിമ എല്ലാം നന്നായി വരട്ടെ. ഇതിൽ എനിക്കും ഒരു വേഷം അദ്ദേഹം പറയുന്നുണ്ട്.
ഞങ്ങളൊന്ന് ഫോണിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ ഭാവവും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം എന്നെ അതിശയിപ്പിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സിനിമയിലും മലയാളികൾ അതിശയിക്കട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഈ സിനിമയുടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ ചിരിദിനത്തിൽ നമുക്കെല്ലാവർക്കും ഈ ദിവസം മാത്രമല്ല ഇനി അങ്ങോട്ടും ചിരിക്കാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. വയനാട് എനിക്ക് കേട്ടുകേൾവിയിൽ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇതിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ട്രിപ്പ് കൊണ്ട് ഈ കള്ളന്മാർ എന്ന സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ഒരവസരം നൽകിയതിൽ ഒത്തിരി സന്തോഷം. ഞാനിവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഫാറൂഖ് അഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കാർഷായം വെച്ചിട്ടാണ് കഥ പറയാനായിട്ട്. എൻ്റെ പേരും ആളെ കാണുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനൊന്നറിയില്ല, എന്തായാലും അദ്ദേഹം എന്നെ ചെയ്യിപ്പിച്ചെടുക്കും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. താങ്ക് യു. എന്തായാലും കൈകേഷിൻ്റെ കൂടെ സാക്ഷ്യത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ഇതിൻ്റെ ക്രൂവിലെ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. സിനിമ കൊണ്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞ ടൈമിൽ തീരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃപ്പന്നൂരിലെ കള്ളന്മാർ എന്ന ചിത്രത്തിൻ്റെ അണിയറ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. ചാനൽ 4 മലബാറിന് വേണ്ടി ദിലീഷ് ദേവസി. നമസ്കാരം.